വളരെ നന്നായി കേൾക്കുക. സാത്താൻ ഇവിടെ ചെയ്യുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമത്വത്തിലേക്ക്. പക്ഷേ ഈ തലമുറയിൽ സാത്താൻ ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിൽ നിന്നും അടിമത്വമല്ല. അവൻ ഈ തലമുറയിൽ ചെയ്യുന്നത് ഫ്രീഡം ടു ഫ്രീഡം ആണ്. സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അതിനെ ഞാൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അടിമത്വത്തിലായിരുന്നു നാം കിടന്നിരുന്നത്. പാപം എന്ന അടിമത്വം. കർത്താവിന്റെ അടുക്കലേക്ക് വരാൻ പറ്റാത്തതുപോലെ നമ്മൾ ദൂരസ്ഥരായിരുന്നു. പാപത്തിന്റെ എല്ലാ അടിമത്വങ്ങളും നമ്മിൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിനകത്ത് കിങ്ഡം പ്രിൻസിപ്പിൾസിനകത്താണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്നാൽ സാത്താൻ ചെയ്യുന്നത് ദൈവരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും സാത്താന്യ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ, ആദ്യം പാപമായി നമ്മൾ കണ്ടിരുന്നതിനെ നമ്മുടെ കൂടെ അവൻ നടന്ന് അത് പാപമല്ല എന്ന ധാരണയിൽ നമ്മളെ എത്തിക്കും. ഇതൊരു നോർമൽ കാര്യമാക്കി മാറ്റി. സാധാരണ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ യേശുക്രിസ്തുവുമായിട്ട് കമ്പയർ ചെയ്യേണ്ടുന്ന നമ്മുടെ വിശുദ്ധിയെ നമ്മുടെ മുന്നേ നിൽക്കുന്നവരുമായി നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. എന്നേക്കാൾ മുമ്പേ യേശുവിന്റെ അടുത്ത് വന്നവർക്ക് അത് ചെയ്യാമെങ്കിൽ അതിനുശേഷം വന്ന് എനിക്ക് ചെയ്യുന്നോണ്ട് വലിയ കുഴപ്പമൊന്നും എന്നുള്ളൊരു സാധനത്തോട്ട് വരും. എന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ എപ്പോഴും തുലനം ചെയ്തു നോക്കേണ്ടത് ക്രൈസ്റ്റുമായിട്ടാണ്. ക്രിസ്തുവുമായിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിനെ തുലനം ചെയ്യേണ്ടത്. ഈ യേശു ക്രിസ്തുവുമായിട്ട് കമ്പയർ ചെയ്യേണ്ടുന്ന നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യിപ്പിക്കുന്നത് സാത്താന്യമാണ്. നോർമലാക്കി കളയും. ആദ്യം പാപം എന്ന് പറഞ്ഞ കാര്യം ഇതിപ്പോൾ ഒരു നോർമൽ കാര്യമാക്കി മാറ്റി. നീ അറിയാതെ എവിടോ സ്പൈ നിന്റെ അകത്ത് കേറിയിട്ടുണ്ട്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം, എവിടൊക്കെയോ അവൻ ഫ്രീഡം ടു ഫ്രീഡം നിനക്ക് തരികയാണ്. കുഴപ്പമില്ല, പാപം ചെയ്തോ. പരിശുദ്ധാത്മ പറയാണ്, ഈ തലമുറയിൽ ഇത് തിരിയാൻ പോവുകയാണ്. അടുത്ത ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അവർ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, അവർ വിശ്വാസത്താലാണ് പോകുന്നത്. അവർക്ക് അടിമത്വത്തിന് കീഴടങ്ങാൻ മനസ്സില്ല. അവർ അവനെ പെട്ടെന്ന് ഡീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു 10 പേര് ഇവിടുന്ന് എഴുന്നേറ്റ ഈ രാജ്യത്തെ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കും.